ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹെവൻസ് കിച്ചൺ. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി പ്ലം കേക്കാണ്. വളരെ ഈസി ആയിട്ടുള്ള പ്ലം കേക്കാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ ബെല്ലൈക്കൺ കൂടിയും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വേഗം പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് മിക്സിംഗ് ഒക്കെ വേഗം നമ്മുടെ കഴിയും. അപ്പോൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ ആദ്യം തന്നെ വെക്കുക. ഇനി നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എടുക്കാം. ഞാൻ ഡാർക്ക് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഒരു 100 ഗ്രാം. ഇതിങ്ങനെ കട്ടിയിലായിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം. അങ്ങനെ ഉള്ളത് നന്നായി ഉടച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കാം. ഞാനൊരു 146 ഗ്രാം അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് ഇട്ട് കൊടുക്കാം. ബ്രൗൺ ഷുഗർ കട്ടിയിലാണ് ഇരിക്കുക, അപ്പോൾ നല്ലോണം അത് പൊടിയാവണം. അപ്പോൾ ഫ്ലോർ വെച്ചിട്ട് ഒന്നുകൂടി നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം പ്രസ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റ് മതി. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലോണം അത് പൗഡറും ഫ്ലോറും അതുപോലെ തന്നെ നമ്മുടെ ബ്രൗൺ ഷുഗറും ഒക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 3 ഗ്രാം, ഒരു ഏകദേശം ഒരു 1.25 ടീസ്പൂണോളം വരും. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഇതിന് പകുതി, ഒരു 1.5 ഗ്രാം, അതായത് ഒരു 3/4 ടീസ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു 2.25 കപ്പ് അല്ലെങ്കിൽ 126 ഗ്രാം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ കിട്ടിയെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും മതി. ml വെജിറ്റബിൾ ഓയിൽ. നമുക്കിതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ഗോൾഡൻ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. കാണിച്ചു തരാം. ഇതാണ് ഗോൾഡൻ സിറപ്പ്. അപ്പോൾ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ആമസോൺ പോലുള്ള ഓൺലൈൻ ഷോപ്പിങ്ങിലും കിട്ടും. അപ്പോൾ ഇതൊരു 1/4 കപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളിത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിലേക്ക് ഒരു 25 ഗ്രാം വാൾനട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ മിക്സാണ്, അതായത് ഓറഞ്ച് ജ്യൂസിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 160 ഗ്രാമോളം ഒരു പ്ലം കേക്കിൽ. അത് 2 പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു പ്ലം കേക്കിൽ ഒരു 160 ഗ്രാം മതി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആഡ് ചെയ്തിട്ട് അത്രയും ക്വാണ്ടിറ്റി ആക്കിയാൽ മതി. നിങ്ങൾ എന്തൊക്കെയാണോ കഴിക്കുക, ചിലവർക്ക് പറയും മുന്തിരി ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് ഈ പ്ലം കേക്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തോ അത് സോക്ക് ചെയ്ത് വെക്കുക. എന്തൊക്കെ യൂസ് ചെയ്യാം, ഞാൻ ഇപ്പോൾ യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ മുന്തിരി 2 ടൈപ്സ്, മുന്തിരി, ക്രാൻബെറി, ഡ്രൈ ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, ട്യൂട്ടി ഫ്രൂട്ടി, ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഈ പാത്രത്തിൽ പകുതി നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഞാൻ അത് അളന്ന് വെച്ചിരിക്കുന്നതാണ്. നമുക്കിത് ഇട്ട് കൊടുക്കാം. ഓറഞ്ച് ജ്യൂസും കുറച്ച് ഇടാട്ടോ. ഇത് അരിക്കൊന്നും വേണ്ട, നന്നായി സോക്കായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, പുറത്ത് വെക്കരുത്. ഓറഞ്ച് ജ്യൂസ് ആയ കാരണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സോക്ക് ചെയ്തെടുക്കാം. നമുക്കിനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് കഴിഞ്ഞു. നമുക്കിത് ഒരു പാത്രത്തിലേക്ക്, അതായത് ബേക്കിംഗ് പാനിലേക്ക് മാറ്റിയിട്ട് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഇതൊരു 175 ഡിഗ്രിയിൽ ഒരു 20 to 30 മിനിറ്റ്. അപ്പോൾ ഓരോരുത്തരുടെ ഓവനിലെ ഹീറ്റിൻ്റെ ടെമ്പറേച്ചറിലെ വ്യത്യാസം അനുസരിച്ച് 20-25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഒക്കെ ആവും. അതാണ് 20 to 30 മിനിറ്റ് എന്ന് പറയുന്നത്. ഒരു 175-180 ഡിഗ്രിയുടെ ഉള്ളിൽ വെച്ചാൽ മതി.
ഞാൻ അതവിടെ ബേക്കിംഗ് പാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് നമ്മുടെ ബേക്കിംഗ് ഷീറ്റ് അല്ലെങ്കിൽ പേപ്പറൊക്കെ ഇതാ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടി നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പം അങ്ങനെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പിന്നെ ഓവൻ്റെ അതായത് നമ്മൾ വെക്കുന്ന ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് സമയം കൂടും കുറയും ചെയ്യാൻ ചിലപ്പോൾ. അപ്പോൾ ചിലവർക്ക് 30-40 മിനിറ്റും ആയെന്ന് വരാം കേട്ടോ. അപ്പോൾ അതാലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ടൂത്ത് പിക്ക് വെച്ചൊന്ന് നോക്കിയാൽ മതി കുക്കായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ 2 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ റെസിപ്പി നമുക്ക് തന്നത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്. ആൾ ഷെഫാണ്, സംഗീത് എന്നാണ് പേര്. ആളുടെ ഇൻസ്റ്റാ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകാം. അപ്പോൾ എന്തായാലും ഒന്ന് കയറി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് റമ്മിലും ഉണ്ടാക്കാം. ആക്ച്വലി എനിക്ക് കൂടുതൽ സെയിൽ തന്നൊരു കേക്കാണിത്. അപ്പോൾ റമ്മിലാണ് ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്യണതിന് പകരം റമ്മിൽ സോക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരാഴ്ചയോ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. റമ്മിലാവുമ്പോൾ നിങ്ങൾ പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിനുള്ളിൽ വെക്കേണ്ട. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഇന്നത്തെ കേക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഒരു അടിപൊളി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ കിസ് മൈ ഓൾവേസ് ടേക്ക് കെയർ. ബൈ ബൈ. എപ്പോഴ യമ്മി കേക്കാണോ? കേക്ക് തരട്ടെ? ആയിക്കോട്ടേക്ക് കേക്ക് തരട്ടെ? കേക്ക് തരട്ടെ? യമ്മി കേക്ക് തരട്ടെ? Bye bye. See you. See.